മലപ്പുറത്ത് അധ്യാപകന്റെ അടിയേറ്റ വിദ്യാർത്ഥിയുടെ കൈയിന്റെ എല്ല് പൊട്ടി. 5ാം ക്ലാസ്സുകാരിക്കാണ് പരിക്കേറ്റത്. ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എന്നാരോപിച്ചായിരുന്നു കുട്ടിയുടെ കൈയിൽ ചൂരലുകൊണ്ട് അടിച്ചത്. അത് ഞാൻ കുറേ ദിവസമായിട്ട് പനിയായിട്ട് ഞാൻ ലീവ് ചെയ്യുന്നു. അപ്പോൾ അന്നത്തെ ഞാൻ നോട്ട്സ് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എഴുതിയിരുന്നു. സാറിൻ്റെ തന്നെയാണ്, ഗണിതത്തിൻ്റെ തന്നെയാണ്. ആ എഴുതുമ്പോൾ ബാക്കിൽ കൂടെ വന്നിട്ട് അടിച്ച് ചൂരലേറ്റ്. അത് ഞാൻ അങ്ങനെ വെക്കുമ്പോൾ അടിച്ച്. അപ്പം എൻ്റെ കൈമത്തെ പേനയും ബുക്കും ഇതൊക്കെ തെറിച്ചുകൊണ്ട് പോയി. പിന്നെ അവിടെ ഉണ്ട് ഒരു കറുത്ത പാടായിട്ട് വന്നേ. പിന്നെ എനിക്ക് കൈയിട്ട് ഒന്നും പിടിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ എനിക്ക് ടീച്ചറാണ് വാരിയൊക്കെ തന്നത്. എനിക്കാണ് ചോറൊന്നും തിന്നാൻ പറ്റില്ല. ഇങ്ങനെ വരച്ചിട്ട് ഗുരുതരമായി പരിക്കേറ്റിട്ടും അധ്യാപകൻ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചില്ല എന്ന് കൂടി കുടുംബം ആരോപിക്കുന്നു. ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരുന്നപ്പോൾ ചെറുതായിട്ടായിരുന്നു അടിച്ച്. അപ്പോൾ തുടങ്ങിയ കരച്ചിലാണ്. ഓൾ കരച്ചിൽ നിർത്തണില്ല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ ഓൾ ഇവിടെ ചെറിയ കുട്ടിയാണ്, എന്തൊക്കെ അങ്ങനെ ഒരു കരച്ചിലൊന്നും ഓൾ കരയിലില്ല. ചെറിയ വേദന ആയാലൊന്നും കരയിലില്ല. ഇതിപ്പോൾ ഇങ്ങനെ കരയാൻ മാത്രം എന്തൊക്കെ ഉണ്ടായി സാറാൻ. ഇല്ല, ഞാൻ കൂടുതലായിട്ടൊന്നും ചെയ്തില്ല. അവൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരുന്നപ്പോൾ ഞാൻ അടിച്ചത്. അപ്പം മോൾ 3 ദിവസമായിട്ട് ക്ലാസ്സിൽ ലീവ് ആയിരുന്നു. ഇന്നാണ് ഇപ്പോൾ വരുന്നത്. പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പം ഇവിടെ ക്ലാസ് ടീച്ചർ കാവ്യ ടീച്ചറും വിളിച്ചപ്പോൾ തന്നെ കൈ ചെറുതായിട്ട് ഇങ്ങനെ ഒരു നീര് മാതിരി ഉണ്ട്, നമുക്ക് കൈ ഒന്നും ഇതാക്കാൻ കഴിയില്ല, ഇപ്പോൾ നിങ്ങൾ വരാൻ പറ്റുമെന്ന് വെച്ചു. ഇനി എൻ്റെ മോൾക്ക് ഇത് പറ്റി, ഇനി വേറൊരു കുട്ടി ഇങ്ങനെ സംഭവിക്കരുത്. ടൂറിൽ കൊണ്ടുപോകാൻ ക്ലാസ് റൂമിൽ പാടില്ലല്ലോ. ഇങ്ങനെ അടിച്ചിട്ട് കൈയിൻ്റെ എല്ല് പൊട്ടിക്കുക എന്നൊക്കെ പറയുമ്പോൾ എത്ര വിഷമമുണ്ട്. ക്ലാസ് തുടങ്ങിയിട്ട് ഒരു മാസമായിട്ടുള്ളൂ. ഈ മാഷന്മാരെ പരിചയപ്പെടാൻ കുട്ടിക്ക് നല്ല പഠിക്കും ചെയ്യും. ആ വിഷയത്തിൽ തന്നെ കുട്ടിക്ക് ഫുൾ മാർക്കുണ്ട് ക്ലാസ് പരീക്ഷ എടുത്തപ്പോൾ. ഇനി വളരെ വിഷമമായി പോയി ഇത് കേട്ടപ്പോൾ. സോണൽ കൃഷ്ണ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. സോണൽ, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത്, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത്, സ്കൂൾ കാലഘട്ടത്തിൽ ചില അധ്യാപകരുണ്ട്. വ്യക്തിപരമായ പ്രശ്നങ്ങൾ പോലും കുഞ്ഞുങ്ങളോടായിരിക്കും അവർ തീർക്കുക. അത്തരത്തിലുള്ള അധ്യാപകരെ ഓർക്കുമ്പോൾ തന്നെ അന്നും ഇന്നും എപ്പോഴും വെറുപ്പാണ്. പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള അധ്യാപകരൊന്നും ഉണ്ടാവില്ല ക്ലാസ് റൂമുകളിൽ. എല്ലാവരും അത്രയേറെ സ്നേഹത്തോടെ കുഞ്ഞുങ്ങളെ പരിലാളിക്കുന്ന അധ്യാപകരാണ് എന്നാണ് നമ്മളൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇയാളൊരു മനുഷ്യനാണോ എന്ന് ചോദിക്കാൻ തോന്നുകയാണ്. കാരണം ആ കുഞ്ഞിൻ്റെ പുറകിലൂടെ വന്ന് കൈ അടിച്ചൊടിക്കുകയാണ്, എല്ല് അടിച്ച് പൊട്ടിക്കുകയാണ്. ഇയാൾക്ക് എങ്ങനെയാണ് ഇതിന് സാധിച്ചത്? ഇയാൾക്കെതിരെ പോലീസിൻ്റെയും ഈ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടികൾ ഉണ്ടാവുമല്ലോ അല്ലേ? ഇന്ന് രാവിലെയാണ് മലപ്പുറം ജില്ലയിലെ കല്ലിങ്ങൽപ്പറമ്പ്, വളാഞ്ചേരിക്കടുത്ത് കല്ലിങ്ങൽപ്പറമ്പിലെ MSMHSS സ്കൂളിൽ ഈ സംഭവം നടക്കുന്നത്. ക്രൂരമായിട്ടുള്ള ആക്രമണം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തരത്തിലാണ് അധ്യാപകൻ ആ വിദ്യാർത്ഥിയുടെ കയ്യിന് ചൂരൽ വടി കൊണ്ട് അടിച്ചിട്ടുള്ളത്. അടിയേറ്റ് കുട്ടിയുടെ കയ്യിൻ്റെ എല്ല് പൊട്ടുന്ന സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്നത് ഗൗരവമേറിയിട്ടുള്ള വിഷയമാണ്, പേടിപ്പെടുത്തുന്ന കാര്യമാണ് എന്നുള്ളതാണ് കുട്ടിയുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ നമ്മളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അതൊരു കാരണവും കൂടാതെയാണ് ഇത്തരത്തിൽ ഈ കുട്ടിയെ അടിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് ഈ കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട പരാതി. ഇതിൽ പറയുന്നത് ഈ കുട്ടി കഴിഞ്ഞ 3 ദിവസമായിട്ട് അവധിയായിരുന്നു. പനിയായതിനാൽ സ്കൂളിൽ വരാൻ കഴിഞ്ഞിരുന്നില്ല. ആ ദിവസത്തെ നോട്ട്, മറ്റൊരു കുട്ടിയുടെ നോട്ട് നോക്കി എഴുതിയെടുക്കുന്നതിനിടയിലാണ് പുറകിൽ നിന്ന് വന്ന അധ്യാപകൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞ് കുട്ടിയുടെ കയ്യിന് ചൂരൽ വടി കൊണ്ട് അടിക്കുന്നത്. അടിയേറ്റ് കുട്ടിയുടെ കൈ പിന്നീട് ഏകദേശം 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ വലിയ തോതിൽ നീര് വെച്ച് നിറം മാറുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി. അപ്പോഴും ഈ കുട്ടിയെ ആശുപത്രിയിലെത്തിക്കാൻ ഈ അധ്യാപകരോ സ്കൂൾ അധികൃതരോ തയ്യാറായില്ല എന്നുള്ളത് ഗൗരവമായിട്ടുള്ള പിഴവ് തന്നെയാണ് എന്ന് നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. അതിനുശേഷം വീട്ടിലേക്ക് വിളിച്ച് ഈ അധ്യാപകൻ സംസാരിക്കുന്നുണ്ട്. കുട്ടി കരച്ചിൽ നിർത്തുന്നില്ല, ചെറുതായിട്ടൊന്ന് അടിച്ചതാണ്. പക്ഷേ ആ കുട്ടിയുടെ അമ്മ പറയുന്നുണ്ട്, ചെറുതായി വേദനിച്ചാൽ ആ കുട്ടി ഒരിക്കലും കരയാറില്ല, വലിയ തോതിൽ എന്തെങ്കിലും വേദന ആ കുട്ടിക്ക് സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് കുട്ടിയുടെ രക്ഷിതാക്കൾ പറയുന്നു. പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് അധ്യാപകൻ കോൾ കട്ട് ചെയ്യുന്നു. ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷം പിന്നീട് വിളിക്കുന്നത് കുട്ടിയുടെ ക്ലാസ് ചാർജുള്ള അധ്യാപകയാണ്. കുട്ടിക്ക് ഇങ്ങനെ കയ്യിന് നീര് വെക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ട് എന്ന് അധ്യാപക പറയുന്നു. പക്ഷേ എത്രയും പെട്ടെന്ന് ഈ രക്ഷിതാവിനോട് സ്കൂളിലെത്താനാണ് ഈ അധ്യാപകർ ആദ്യം ആവശ്യപ്പെടുന്നത്. പക്ഷേ ഉച്ച സമയമായതിനാൽ മറ്റു വാഹനങ്ങളൊന്നും ആ കുട്ടിയുടെ അമ്മയ്ക്ക് കിട്ടിയിരുന്നില്ല സ്കൂളിലേക്ക് പോകാൻ. ഇക്കാര്യം മനസ്സിലാക്കിയിട്ടുള്ള സ്കൂൾ അധികൃതരും അധ്യാപകരും ആ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാതെ കുട്ടിയുടെ വീട്ടിലെത്തിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഈ അധ്യാപകനോട് ഈ കുട്ടിയുടെ അമ്മ കൃത്യമായി ചോദ്യം ചെയ്യുന്നുണ്ട്, ഇതെന്താണിത്, ഇങ്ങനെ ചെറിയ തോതിൽ അടിച്ചാലൊന്നും ഇത്തരത്തിൽ പരിക്കേൽക്കില്ല എന്ന കാര്യം ആ കുട്ടിയുടെ രക്ഷിതാക്കൾ ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴും അതിന് കൃത്യമായി മറുപടി നൽകാൻ ഇവർ തയ്യാറായിരുന്നില്ല. അതിനുശേഷം കുട്ടിയുടെ അച്ഛൻ ഉൾപ്പെടെ വീട്ടിലെത്തിയതിന് ശേഷമാണ്
പുത്രത്താണിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ഈ കുട്ടിയെ എത്തിക്കുന്നത്. അങ്ങനെ പരിശോധിച്ചതിന് ശേഷമാണ് കയ്യിന് പൊട്ടലുണ്ട് എന്നുള്ള കാര്യം ഈ രക്ഷിതാക്കൾക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ഇന്ന് തങ്ങളുടെ കുട്ടിക്ക് ഇത് സംഭവിച്ചു, ഇനി മറ്റൊരു കുട്ടിക്കും ഇത് സംഭവിക്കരുത് എന്നുകൂടിയും ഈ രക്ഷിതാക്കൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. കൃത്യമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തങ്ങളുടെ തീരുമാനം എന്നുള്ളതാണ് ആ കുടുംബം അറിയിച്ചിട്ടുള്ളത്. കാരണം അടിയേറ്റ് ഒരു കുട്ടിയുടെ എല്ല് പൊട്ടുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യമാണ് അവർ ചോദിക്കുന്നത്. എന്തായാലും ജനപ്രതിനിധികൾ, പരിസര പ്രദേശങ്ങളിലെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ പറയുന്നത് ഈ അധ്യാപകനെതിരെ ഈ സംഭവത്തിന് പിന്നാലെ പരാതികൾ വരുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. എന്തായാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോവുക, ഈ അധ്യാപകനെതിരെ കർശന നടപടി സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ആ കുടുംബത്തിൻ്റെയും പരിസര പ്രദേശത്തുള്ള രക്ഷിതാക്കളുടെയും പ്രധാനപ്പെട്ട. ഉറപ്പായും സോണൽ അങ്ങനെ തന്നെ ഉണ്ടാവണം. ഇയാളൊരു സ്ഥിരം പ്രശ്നക്കാരനാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതാവസാനം വരെ ആ മനസ്സിൽ നിലനിൽക്കുന്ന ഓർമ്മകൾ അത് കുട്ടിക്കാലത്തേതാണ്. അത് നല്ല ഓർമ്മയാണെങ്കിലും ശരി, ചീത്ത ഓർമ്മയാണെങ്കിലും ശരി, സ്കൂളിലേക്ക് ആ ഓർമ്മകളാണ് ഏറ്റവും നമ്മളെ സ്വാധീനിക്കേണ്ടത്, നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഓർമ്മകൾ. അതുപോലെ അധ്യാപകരാണ് നമ്മളെ ഏറ്റവും നന്മ പറഞ്ഞു പഠിപ്പിക്കുന്നത്. നമ്മുടെ നല്ല ഒരുപാട് ഓർമ്മകൾ ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ ചില അധ്യാപകരുടെ പേര് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഓർക്കുമ്പോൾ വലിയ സന്തോഷം തോന്നും, ചിലരെ ഓർക്കുമ്പോൾ മുഖം മാറും, മനസ്സിൽ വെറുപ്പ് പടരും. അത്തരത്തിലുള്ളൊരു അധ്യാപകനാണ് ഇയാൾക്കൊരു അധ്യാപകനായി സർവീസിൽ തുടരാൻ പോലും അർഹതയില്ല. കാരണം ആ ഒരു കുട്ടിയുടെ മനസ്സിൽ ഇനി ഈ അധ്യാപകനെക്കുറിച്ച് ഓർക്കുമ്പോൾ, അധ്യാപക സമൂഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ആജീവനാന്ത ട്രോമയായിരിക്കും ഉണ്ടാവുക. അത് സമ്മാനിച്ച അധ്യാപകന് ആ ഒരു അധ്യാപകൻ എന്ന വിളി കേൾക്കാനുള്ള യോഗ്യത പോലും ഇല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.